ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. സമൂഹമാധ്യമമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നേതാവായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസം, ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിലയിരുത്തി. കോപ്പ അമേരിക്ക കിരീടം അർജന്റീനയ്ക്ക്. കൊളംബിയയ്ക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അർജന്റീനയുടെ വിജയം. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വാർത്തകൾ വിശദമായി. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായുള്ള എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ നിലപാടുകളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. മന്ത്രിമാരായ പി രാജീവ്, കെ കൃഷ്ണൻകുട്ടി, എ കെ ശശീന്ദ്രൻ, വീണ ജോർജ്, മുഹമ്മദ് റിയാസ്, രാമചന്ദ്രൻ കടന്നപ്പള്ളി, എം ബി രാജേഷ് തുടങ്ങിയവരും എംപിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. തകരപ്പറമ്പിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ജോയിയുടേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. ജീർണിച്ച അവസ്ഥയിലായിരുന്ന മൃതദേഹം കാണാതായ സ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെയാണ് കണ്ടെത്തിയത്. 46 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത്. ജോയിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. മരണവാർത്ത ഏറെ ദുഃഖകരമാണെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അഗ്നിരക്ഷാസേന, സ്കൂബ ഡൈവിംഗ് സംഘം, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ്, നാവികസേന എന്നിവരോട് നന്ദി അറിയിക്കുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമൂഹമാധ്യമമായ എക്സിലുള്ള ഫോളോവേഴ്സിന്റെ എണ്ണം 100 ദശലക്ഷം പിന്നിട്ടു. കഴിഞ്ഞ 3 വർഷത്തിനിടെയാണ് പിന്തുടരുന്നവരുടെ എണ്ണത്തിൽ 3 കോടിയുടെ വർധനയുണ്ടായത്. എക്സിൽ ഏറ്റവുമധികം ഫോളോവേഴ്സുള്ള ലോക നേതാവായി ഇതോടെ ശ്രീ നരേന്ദ്രമോദി മാറി. US പ്രസിഡന്റ് ജോ ബൈഡന് 38 ദശലക്ഷം ഫോളോവേഴ്സാണുള്ളത്. ചർച്ചകളും കാഴ്ചപ്പാടുകളും ഗുണപരമായ വിമർശനങ്ങളും പങ്കുവയ്ക്കാനുള്ള സജീവ വേദിയാണ് എക്സ് എന്ന് സന്തോഷം പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർവകലാശാലകളിലെ ഉൾപ്പെടെ ബിരുദ പ്രവേശനത്തിനായുള്ള CUET UG പരീക്ഷയെ സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഈ മാസം 19-ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാണ് പരീക്ഷ വീണ്ടും നടത്തുന്നത്. ഇതിനുള്ള അഡ്മിറ്റ് കാർഡുകൾ ഉടൻ വിതരണം ചെയ്യും. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു QET UG പ്രവേശന പരീക്ഷ നടന്നത്. പരീക്ഷാർത്ഥികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന ഭാഷയിലല്ല ചോദ്യപേപ്പർ നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത്. പ്രളയക്കെടുതി വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് അസം, ഗുജറാത്ത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി സംഭാഷണം നടത്തി. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സംസ്ഥാനങ്ങൾക്ക് അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യത്തെക്കുറിച്ചും ശ്രീ അമിത് ഷാ വിലയിരുത്തി. ഇന്ത്യയിലെ ചില്ലറ വ്യാപാര മേഖലയിലെ ഡിജിറ്റൽ പണമിടപാടുകൾ 2030 ഇരട്ടിയായി വർദ്ധിച്ച് $7 ട്രില്യൺ എത്തുമെന്ന് റിപ്പോർട്ട്. 2017-18 $30,000 കോടി ഇടപാടുകൾ ഉണ്ടായിരുന്നത് 2023-24 കാലയളവിൽ 3.6 ട്രില്യണിൽ എത്തിയതായും കെർണി ആമസോൺ പേ പഠനത്തിൽ പറയുന്നു. ഇന്ത്യയുടെ കൊമേഴ്സ് വിപണി 2030 21% വളർച്ച കൈവരിക്കുമെന്നും പഠനം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ജൂലൈ 16-ലെ മുഹറം പൊതു അവധി പുനഃക്രമീകരിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധിയായിരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത് 2 ദിവസം. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ലിഫ്റ്റ് കയറിയ രോഗിയെ ഇന്ന് രാവിലെ 6 മണിക്കാണ് കണ്ടെത്തിയത്. തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന് സമീപമുള്ള ലിഫ്റ്റിൽ കുടുങ്ങിയത്. രവീന്ദ്രൻ നായരെ കാണാതായതിൽ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്.
ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പ് എഴുതി വെച്ചിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. നേപ്പാൾ പ്രധാനമന്ത്രിയായി നിയമിതനായ KP ശർമ്മ ഒലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലീകരിക്കുന്നതിനും ആഗ്രഹിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയും മാർഷൽ ദ്വീപുകളും സൌഹൃദപരമായ ഉഭയകക്ഷി ബന്ധത്തിന്റെ നീണ്ട ചരിത്രമാണ് പങ്കിടുന്നതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സുസ്ഥിര വികസനത്തിൽ പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളെ പിന്തുണയ്ക്കുന്നത് സ്വന്തം ഉത്തരവാദിത്തമായി ഇന്ത്യ കണക്കാക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, ദാരിദ്ര്യ ലഘൂകരണം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഇന്ത്യയും മാർഷൽ ദ്വീപുകളും ഒരുമിച്ച് അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി വിക്രം മിശ്രി ചുമതലയേറ്റു. വിനയ് മോഹൻ ക്വാത്രയുടെ നിയമന കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി ചുമതലയേറ്റത്. 1989 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ വിക്രം മിശ്രി ദേശീയ സുരക്ഷാ കൌൺസിലിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ചൈന, മ്യാൻമാർ, സ്പെയിൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സ്ഥാനപതിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കി അർജന്റീന. ഇന്നു രാവിലെ നടന്ന ഫൈനലിൽ കൊളംബിയയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. അധിക സമയത്തേക്ക് നീണ്ട കളിയുടെ 112-ാം മിനിറ്റിൽ ലൌതാരോ മാർട്ടിനസാണ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത്. ഇരു ടീമുകളും നിരവധി അവസരങ്ങൾ പാഴാക്കിയിരുന്നു. കളിയുടെ 66-ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി പരിക്കേറ്റ് പുറത്തുപോയത് ആരാധകർക്ക് നിരാശ പകർന്നു. ടിക്കറ്റില്ലാത്ത കാണികൾ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറിയതിനെ തുടർന്ന് 1.5 മണിക്കൂർ വൈകിയാണ് ഫൈനൽ ആരംഭിച്ചത്. കോപ്പ കിരീടം 16-ാം തവണയും സ്വന്തമാക്കിയ അർജന്റീന ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരാകുന്ന രാജ്യമായും മാറി. അർജന്റീനയുടെ തുടർച്ചയായ 2ാം കിരീടമാണിത്. യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കി സ്പെയിൻ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ യൂറോ കപ്പിൽ 4ാം തവണയും കിരീടം നേടിയത്. നിക്കോ വില്യംസ് 47-ാം മിനിറ്റിലും മിക്കേൽ ഓയർസബാൽ 86-ാം മിനിറ്റിലും സ്പെയിനിന് വേണ്ടി ഗോളുകൾ നേടി. കോൾ പാമർ 73-ാം മിനിറ്റിൽ നേടിയ ഗോൾ ഫൈനലിൽ ഇംഗ്ലണ്ടിന് ആശ്വാസം പകർന്നു. തുടർച്ചയായി 2ാം തവണയാണ് ഇംഗ്ലണ്ട് യൂറോ കപ്പ് ഫൈനലിൽ പരാജയം ഏറ്റുവാങ്ങുന്നത്. വിംബിൾഡൺ ടെന്നീസ് കിരീടം കാർലോസ് അൽക്കാരാസിന്. പുരുഷ സിംഗിൾസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് സ്പാനിഷ് താരം കാർലോസ് അൽക്കാരാസ് കിരീടം നിലനിർത്തിയത്. 6-2, 6-2, 7-6 എന്ന സ്കോറിനാണ് അൽക്കാരാസിന്റെ ജയം. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ടായ വധശ്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. വധശ്രമം നടത്തിയ ആളിന്റെ ഉദ്ദേശങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നടത്തരുതെന്നും ബൈഡൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പെൻസിൽവാനിയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ട്രംപിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണം നടത്തിയ തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സംഘാംഗങ്ങൾ വധിച്ചിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇന്ന് പൂജകൾ ഉണ്ടാകില്ല. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്താം. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. ട്രെയിനുകളിൽ ശുചിത്വ നിയമങ്ങൾ പാലിക്കാൻ പാൻട്രി കാർ ജീവനക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകി സെൻട്രൽ റെയിൽവേ. ശുചിത്വ നിയമങ്ങളും പ്രോട്ടോകോളും ലംഘിക്കുന്ന ഭക്ഷണ സ്റ്റാളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നതായും സെൻട്രൽ റെയിൽവേ അറിയിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ യാത്രക്കാർ സന്നദ്ധരാകണമെന്നും റെയിൽവേ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ MPമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. സമൂഹമാധ്യമമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നേതാവായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസം, ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിലയിരുത്തി. കോപ്പ അമേരിക്ക കിരീടം അർജന്റീനയ്ക്ക്. കൊളംബിയയ്ക്കെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അർജന്റീനയുടെ വിജയം. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.